അധ്യായം 9. യഹോവ യാഗപീഠത്തിന് മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ അരുളിച്ചെയ്തെന്തെന്നാൽ, ഉത്തരങ്ങൾ കുലുങ്ങുമാറ് നീ പേആഥിക്കയെ അടിക്ക. അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്ത് കളക. അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും. അവരെല്ലാവരും ഓടിപ്പോകുകയില്ല, അവരെല്ലാവരും വഴുതിപ്പോകുകയുമില്ല. അവർ പാതാളത്തിൽ തുരന്നു കിടന്നാലും അവിടെ നിന്ന് എൻ്റെ കൈ അവരെ പിടിക്കും. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. അവർ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും. അവർ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അതവരെ കടിക്കും. അവർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അതവരെ കൊല്ലും. നന്മയ്ക്കായിട്ടല്ല, തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വയ്ക്കും. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു. അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും. അത് മുഴുവനും നീലനദി പോലെ പൊങ്ങുകയും മിസ്രയീമിലെ നദി പോലെ താഴുകയും ചെയ്യും. അവൻ ആകാശത്തിൽ തൻ്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തൻ്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെയല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് കൂശ്യരെ പോലെയല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്തു നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ? യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു. ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും, എങ്കിലും ഞാൻ യാക്കോബ് ഗൃഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയുമില്ല എന്ന് പറയുന്നവരായി എൻ്റെ ജനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിലെന്ന പോലെ പണിയുകയും ചെയ്യുമെന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുകിപ്പോകുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ ഞാൻ പണിതു പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു.